വെൽക്കം ബാക്ക് ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജനുവരി മാസത്തെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ്, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളും IT മേഖലയിലാണെന്നുകൂടി ഓർത്തു വെക്കുക. അതായത് ഏകദേശം 33% സ്റ്റാർട്ടപ്പുകളും IT മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളമാണ്. നെക്സ്റ്റ്, കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തി ആന്റണി രാജുവാണ്. ആന്റണി രാജുവാണ് കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തി. ഇദ്ദേഹം ഏത് മണ്ഡലമാണ് റെപ്രസെന്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ആന്റണി രാജു. ഇദ്ദേഹം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് കേരളത്തിൽ. നെക്സ്റ്റ്, മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമയാണ് കസ്തൂരിമാൻ. അപ്പോൾ കസ്തൂരിമാൻ എന്നുള്ള ഒരു ഡോക്യുമെന്ററി സിനിമയാണ് മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമയുടെ പേര് കസ്തൂരിമാൻ എന്നാണ്. അതുപോലെ തന്നെ P. കുഞ്ഞിരാമൻ നായർക്ക് 3 ആത്മകഥകൾ ഉണ്ടെന്ന് ഓർത്തു വെക്കുക. നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ, കവിയുടെ കാൽപ്പാടുകൾ, അങ്ങനെ 3 ആത്മകഥയുണ്ട് P. കുഞ്ഞിരാമൻ നായർക്കെന്ന് കൂടി ഓർത്തു വെക്കുക. ഇപ്പം നമ്മൾ നോക്കിയത് P. കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാട് പത്മനാഭൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പേര് കസ്തൂരിമാൻ എന്നാണ്. നെക്സ്റ്റ്, പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് അരുന്ധതി റോയിയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയിയാണ് നേടിയത്. അരുന്ധതി റോയിയെ നമുക്കറിയാം, 1997 ബുക്കർ പ്രൈസ് ജേതാവാണ് അരുന്ധതി റോയി. ഇനി ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 50,000 രൂപയാണെന്ന് കൂടി ഓർക്കുക. അടുത്തത് നമ്മൾ വന്ദേ ഭാരതുമായിട്ടുള്ളതാണ് നോക്കുന്നത്. ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹത്തിക്കും കൊൽക്കത്തയ്ക്കും ഇടയ്ക്കാണ്. ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹത്തി കൊൽക്കത്തയ്ക്കും ഇടയ്ക്കാണ്. ഗുവാഹത്തി നമുക്കറിയാം അസമിലും, കൊൽക്കത്ത പശ്ചിമ ബംഗാളുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആസാമും വെസ്റ്റ് ബംഗാളുമാണ്. അടുത്തൊരു പുസ്തകമാണ് നമ്മൾ നോക്കുന്നത്. ദ ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഊർജിത് പട്ടേലാണ്. ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഊർജിത് പട്ടേൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത്തെ ഗവർണറായിരുന്നു ഊർജിത് പട്ടേൽ. പുസ്തകത്തിന്റെ പേര് ഓർക്കുക, ദ ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക്. രചയിതാവ് ഊർജിത് പട്ടേലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു വേദിയാണ് പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ദിനാചരണം നടത്തുകയാണ്. എന്നു മുതലാണെന്ന് ചോദിച്ചാൽ 2026 ജനുവരി 4 മുതൽ രജിസ്ട്രേഷൻ ദിനാചരണം നടത്തുകയാണ്. അത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. ഇത് എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ് 1865 അഞ്ചരക്കണ്ടിയിലാണ് നിലവിൽ വന്നത്. അതുമാത്രമല്ല 1867 അവിടുത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്നത്. അപ്പോൾ പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി അഞ്ചരക്കണ്ടിയാണ്. നെക്സ്റ്റ് ഒരു പേരുമായി ബന്ധപ്പെട്ടതാണ്. അതായത് രത്തൻ ടാറ്റയോടുള്ള ആദരസൂചകമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 7378 വിമാനത്തിന് നൽകിയ പുതിയ പേര് എന്താണെന്നുള്ളതാണ്. രത്തൻ ടാറ്റയോടുള്ള ആദരസൂചകമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 7378 വിമാനത്തിന് നൽകിയ പുതിയ പേര് VT-RNT എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോ തെരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കറിയാം ഇതിനു മുൻപ് 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിലാണ് കേരളത്തിന്റെ ടാബ്ലോ അവസാനമായിട്ട് പങ്കെടുത്തത്. ഇനി 2024 25 കേരളത്തിന്റെ ടാബ്ലോ ഇല്ലായിരുന്നു. ഇപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 2023 പങ്കെടുത്തപ്പോഴത്തെ കേരളത്തിന്റെ പ്രമേയം നാരീശക്തിയാണെന്ന് കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഒരു കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടാണ്. പുതുവർഷ ആരംഭത്തിൽ US വീശിയടിച്ച ശീതക്കൊടുങ്കാറ്റ് എസ്രയാണ്. പുതുവർഷ ആരംഭത്തിൽ US വീശിയടിച്ച ശീതക്കൊടുങ്കാറ്റ്. അപ്പോൾ എസ്ര എന്നുള്ളത് ശീതക്കൊടുങ്കാറ്റാണ്. എവിടെയാണെന്നുള്ളത് വെച്ചാൽ US പുതുവർഷ ആരംഭത്തിലാണെന്ന് ഓർക്കുക. അടുത്തത് നമ്മൾ നോക്കുന്ന ഒരു വേദിയാണ് 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 നടക്കുകയാണ്. അപ്പോൾ 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനിലാണ്. 2026 നടക്കാൻ പോകുന്ന 20ാമത്
ഒന്നാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനാണ്. ഇനി ഒരു റോക്കറ്റുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് പിനാക്ക റോക്കറ്റാണ്. പിനാക്ക റോക്കറ്റ് 120 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു റോക്കറ്റാണ്. ഇതിന്റെ വിജയകരമായ പരീക്ഷണമാണ് ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് പിനാക്ക റോക്കറ്റാണ്. അടുത്തൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ നോക്കുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ പേര് പാത്ത്ജനി എന്നാണ്. അതായത് മയക്കുമരുന്ന് കണ്ടെത്തലുകൾ വേഗത്തിൽ ട്രാക്ക് ചെയ്യുന്നതിനായി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പാത്ത്ജനി. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണിത്. എന്തിനു വേണ്ടിയാണെന്ന് ഓർക്കുക, മയക്കുമരുന്ന് കണ്ടെത്തലുകൾ വേഗത്തിൽ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഓർക്കുക, പാത്ത്ജനി എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2026 ജനുവരി 1 നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നു. ഈ ബില്ല് അവതരിപ്പിച്ചത് 2025 ജൂലൈ 23 ഇത് അവതരിപ്പിച്ചത് കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യയാണ്. അപ്പോൾ 2026 ജനുവരി 1 ഇത് നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വന്നത്. 2025 ജൂലൈ 23 ബില്ല് അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 11 ലോക്സഭ പാസാക്കി. ഓഗസ്റ്റ് 12 രാജ്യസഭ പാസാക്കി. ഓഗസ്റ്റ് 18 രാഷ്ട്രപതി ബില്ല് അംഗീകരിച്ചു. അത് പ്രാബല്യത്തിൽ വന്നത് 2026 ജനുവരി 1 നെക്സ്റ്റ് ഒരു വേദിയാണ് 2026 ദേശീയ സരസ് മേളയുടെ വേദി. അത് ചാലിശ്ശേരിയാണ്. പാലക്കാട് ജില്ല തൃത്താല മണ്ഡലത്തിലെ ചാലിശ്ശേരിയാണ് 2026 ദേശീയ സരസ് മേളയുടെ വേദി. നമുക്കറിയാം സരസ് മേള എന്തെന്ന് വെച്ചാൽ ദേശീയ ഗ്രാമീണ സ്ത്രീകളുടെ ഒരു വ്യാപാര മേളയാണ് സരസ് മേള. അപ്പോൾ 2026 ദേശീയ സരസ് മേളയുടെ വേദി ചാലിശ്ശേരിയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ്, സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്നുള്ളതാണ്. അത് ഡെൻമാർക്കാണ്. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഡെൻമാർക്കാണ്. ഇതിനുള്ള കാരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കത്തുകളുടെ ഉപയോഗം വളരെ കുറഞ്ഞു വരികയാണ്. അതുതന്നെയാണ് കാരണം. അപ്പോൾ സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് മാറിയിരിക്കുന്നത് ഡെൻമാർക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പോയിന്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്